ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് അത്തപ്പൂക്കൾ ഇടാൻ പോകാം കേട്ടോ. ഓണായിട്ട് രാവിലെ തന്നെ ആശാനായിരുന്നു വരയ്ക്കാനായിട്ട് ഏറ്റിരുന്നത്. പുള്ളി അത് വരച്ച് സെറ്റാക്കി തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കട്ടിംഗ് ബോർഡൊക്കെ വെച്ചിട്ടാണ് വരച്ചത്. സ്കെയിലൊക്കെ അത് കഴിഞ്ഞിട്ട് പുറകെ വന്നു. പിന്നെ അതിട്ട് ഞാനും ചേച്ചിയും പൂവിടാൻ തുടങ്ങി കേട്ടോ. ഞങ്ങളവിടെ തകർത്ത് പൂവിട്ടുകൊണ്ടിരുന്നപ്പോൾ ഇവരവിടെ നിന്ന് കമൻ്റ് അടിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. പിന്നെ ലാസ്റ്റ് ഒരു വിധത്തിലെല്ലാം ഒപ്പിച്ചു. കാരണം കുറച്ച് പൂവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഡിസൈൻ ഞങ്ങൾ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പൂ എന്തായാലും മിച്ചം വരുമെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് കുറച്ചും കൂടെയും ഹാർഡായിട്ടുള്ള ഡിസൈൻ എടുത്തു. അപ്പോൾ അത് സെറ്റായിട്ട് വന്നു കേട്ടോ. പൂ വന്നിട്ടും മിച്ചമായിരുന്നു. കുറേ നേരത്തെ പരിശ്രമം കഴിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ കോൺഫിഡൻസ് ആയി. പിന്നെ അങ്ങോട്ടെല്ലാം പെട്ടെന്നായിരുന്നു. അത് കഴിഞ്ഞ് പെർഫെക്ഷൻ പോരാന്നായപ്പോൾ ഞങ്ങളിതിനെ കടയിൽ പോയി വേറൊരു സ്കെയിൽ തന്നെ വാങ്ങിച്ചു. അങ്ങനെ അവസാനത്തെ ലുക്ക് ചെയ്താട്ടോ. പിന്നെ എന്നിട്ടും പൂ ബാക്കി വന്നപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഹാപ്പി ഓണം എന്നങ്ങ് എഴുതി കൊടുത്തു. അപ്പോൾ പിന്നെ കുറേ തെറി എന്നിട്ടും മിച്ചമായിരുന്നു. പിന്നെ ഞാനതുകൊണ്ടങ്ങ് കളഞ്ഞു. അങ്ങനെ ഇതാണ് കേസ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ അത്തപ്പൂക്കൾ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കാണിച്ചപ്പോൾ ഒരു താഴെ നിന്ന് തന്നെ കളിയാക്കുമായിരുന്നു. എന്തായാലും കുറേ വർഷം കഴിഞ്ഞിട്ട് ഇതുപോലെ എനിക്കൊന്ന് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഇഡലി സാമ്പാറും ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ് ചേച്ചി എന്നെ ഒരുക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ സദ്യയൊക്കെ കഴിച്ച് പിന്നെ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ ഞാൻ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഞങ്ങളുടെ സദ്യ. പാലട പായസമായിരുന്നു. ഒരു പായസം ഉണ്ടാക്കിയുള്ളൂ. ഒട്ടുമിക്ക എല്ലാ കറികളും ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിച്ചാൽ മതി. ഇതൊന്നും പറയാൻ എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് വേണ്ടി ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. ഹാപ്പി ഓണം.